നമസ്കാരം. യുഎസിൽ സ്ഥിരതാമസമാക്കിയ സ്ത്രീയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവും വീടും വളർത്തുമകളുടെ പേരിൽ വ്യാജ ഇഷ്ടദാന കരാർ ഉൾപ്പെടെ രേഖകളുണ്ടാക്കി തട്ടിയെടുത്ത കേസിലെ മുഖ്യ സൂത്രധാരൻ തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാവും ആധാരമെഴുത്തുകാരനുമായ അനന്തപുരി മണികണ്ഠനെന്ന് പോലീസിന് വിവരം ലഭിച്ചു. തിരുവനന്തപുരം നഗരത്തിലെ സമ്പന്നരുടെ ഹൗസിംഗ് കോളനി എന്നറിയപ്പെടുന്ന ജവഹർ നഗറിലെ വീടും വസ്തുവുമാണ് വ്യാജ പ്രമാണമുണ്ടാക്കി തട്ടിയെടുത്തത്. ഈ തട്ടിപ്പിലെ മുഖ്യ സൂത്രധാരൻ ആധാരമെഴുത്തുകാരനായ മണികണ്ഠനാണെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. ജവഹർ നഗറിലെ 10 മുറികളുള്ള കെട്ടിടവും 14 സെന്റ് സ്ഥലവുമാണ് വ്യാജ ആധാരത്തിലൂടെ ഭൂമാഫിയ സംഘം തട്ടിയെടുത്തത്. അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഡോറ അസരിയ ക്രിസ്പിന് പാരമ്പര്യമായി കിട്ടിയ സ്വത്താണിത്. കേസിൽ പിടിയിലായ പുനലൂർ അലൈമൺ സ്വദേശി മെറിൻ ജേക്കബിന്റെയും വട്ടപ്പാറ സ്വദേശി വസന്തയുടെയും മൊഴിയിൽ നിന്നാണ് മണികണ്ഠനെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. കവടിയാർ ജവഹർ നഗറിലുള്ള വീടും വസ്തുവും തട്ടിയെടുത്ത സംഭവത്തിൽ ആധാരം ഉൾപ്പെടെ തയ്യാറാക്കിയത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗവും വെണ്ടറുമായ അനന്തപുരി മണികണ്ഠനാണെന്ന് പോലീസ് പറയുന്നു. ഒരു മുൻ കോൺഗ്രസ് മന്ത്രിയുടെ ഉറ്റ അനുയായിയാണ് ഈ കോൺഗ്രസ് നേതാവ്. ഈ മുൻ മന്ത്രിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ ഈ നേതാവിന്റെ വീട്ടിലും പരിശോധന നടത്തിയിരുന്നു. നിലവിൽ മണികണ്ഠൻ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. നഗരത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള റെസിഡൻഷ്യൽ ഏരിയയായ ജവഹർ നഗറിലെ കോടികൾ വില വരുന്ന വീടും വസ്തുവും തട്ടിയെടുത്തതിന് പിന്നിൽ ഉദ്യോഗസ്ഥരടക്കം വലിയ സംഘം പ്രവർത്തിച്ചുവെന്നാണ് പോലീസ് നിഗമനം. അഭിഭാഷകർ ഉൾപ്പെടെ വമ്പന്മാർ കേസിൽ കുടുങ്ങുമെന്നാണ് സൂചന. വർഷങ്ങളായി യുഎസിൽ താമസിക്കുന്ന ഡോറ അസരിയ ക്രിപ്സി എന്ന സ്ത്രീയുടെ സ്ഥലവും വീടുമാണ് വ്യാജരേഖകൾ ചമച്ച് തട്ടിയെടുത്ത് വിറ്റത്. കേസിലെ 1-ാം പ്രതി കൊല്ലം സ്വദേശി മെറിൻ ജേക്കബാണ്. യുഎസിലുള്ള ഡോറ അസരിയ ക്രിപ്സിന്റെ വളർത്തുപുത്രിയാണ് മെറിൻ എന്ന് സ്ഥാപിച്ചാണ് വീടും വസ്തുവും മെറിന്റെ പേരിലേക്ക് മാറ്റിയതും പിന്നീട് ചന്ദ്രസേനൻ എന്നയാൾക്ക് 1.5 കോടി രൂപയ്ക്ക് വിറ്റതും. 22 വർഷം മുൻപ് നാട്ടിൽ വന്നുപോയ ഡോറയ്ക്ക് മെറിൻ ആരെന്ന് പോലും അറിയില്ല. സ്ഥിരമായി വസ്തു ഇടപാടുകൾക്ക് ശാസ്തമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിലെത്തിയിരുന്ന അനന്തപുരി മണികണ്ഠന്റെ സ്വാധീനമാണ് തട്ടിപ്പ് സാധ്യമാക്കിയതെന്ന് പോലീസ് കരുതുന്നു. വസ്തുവിന്റെ മുന്നാധാരം വ്യാജമായി ഉണ്ടാക്കിയായിരുന്നു തട്ടിപ്പ്. ആധാരം എഴുതിയതും രേഖകൾ തയ്യാറാക്കിയതും മണികണ്ഠനാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മണികണ്ഠൻ ആറ്റുകാലിൽ മത്സരിച്ചിരുന്നു. പോലീസ് ഇന്നലെ മെറിനെ മണികണ്ഠന്റെ ഓഫീസിലെത്തിച്ച് പരിശോധന നടത്തിയിരുന്നു. മണികണ്ഠനും ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട വലിയൊരു ലോബി തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് കരുതുന്നത്. ഡോറയുടെ മുഖസാദൃശ്യമുള്ള കരകുളം മരുതൂർ ചീനിവിള പാലക്കാട് വീട്ടിൽ വസന്തയെ ഡോറ എന്ന മട്ടിൽ എത്തിച്ച് മെറിന്റെ പേരിലേക്ക് വസ്തു കൈമാറ്റം നടത്തിയതും ഈ പ്രമാണം എഴുതി നൽകിയതും മണികണ്ഠനാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. രേഖകൾ തയ്യാറാക്കിയ അഭിഭാഷകനും ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് പോലീസ് നിഗമനം. വസ്തുവിന്റെ മേൽനോട്ടത്തിന് ഡോറ ചുമതലപ്പെടുത്തിയിരുന്ന കെയർടേക്കർ കരമടയ്ക്കാനെത്തിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തറിഞ്ഞത്. യുഎസിലുള്ള ഡോറ അറിയാതെ വീടും സ്ഥലവും രജിസ്ട്രേഷൻ നടത്തിയത് ജനുവരിയിലാണ്. ഡോറയുടെ രൂപസാദൃശ്യമുള്ള വസന്തയെ കണ്ടെത്തിയാണ് സംഘം തട്ടിപ്പ് നടത്തിയത്. ശാസ്തമംഗലം രജിസ്ട്രാർ ഓഫീസിൽ ഡോറ എന്ന പേരിലെത്തി പ്രമാണ രജിസ്ട്രേഷൻ നടത്തി മെറിന് വസ്തു കൈമാറിയത് വസന്തയാണ്. മെറിനും വസന്തയ്ക്കും തമ്മിൽ പരിചയമുണ്ടായിരുന്നില്ല. രജിസ്റ്റർ ചെയ്ത് കിട്ടിയ വസ്തു ജനുവരിയിൽ തന്നെ 1.5 കോടി രൂപയ്ക്ക് ചന്ദ്രസേനൻ എന്നയാൾക്ക് മെറിൻ വിലയാധാരം എഴുതി കൊടുത്തിരുന്നു. ജോലി ചെയ്യുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ വെച്ച് പരിചയപ്പെട്ട സുഹൃത്താണ് മെറിനെ തട്ടിപ്പ് സംഘത്തിലേക്ക് എത്തിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. തട്ടിപ്പിനായി മെറിന്റെ ആധാർ കാർഡ് വ്യാജമായി ഉണ്ടാക്കിയിരുന്നു. ആധാർ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് മെറിൻ പിടിയിലായത്. വ്യാജ പ്രമാണം, വ്യാജ ആധാർ കാർഡ് എന്നിവ മ്യൂസിയം പോലീസ് കണ്ടെത്തി. രജിസ്ട്രാർ ഓഫീസിലെ രേഖകൾ പരിശോധിക്കുകയും ചെയ്തു. തുടർന്ന് ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ സഹായത്താൽ വിരലടയാളങ്ങൾ പരിശോധിച്ച് പ്രതികളിലേക്ക് എത്തുകയായിരുന്നു. ഡോറയുടെ വളർത്തുമകളാണെന്ന വ്യാജേനയാണ് 27-കാരിയായ മെറിന്റെ പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്യുന്നത്. ഇഷ്ടദാനം എഴുതി വാങ്ങിയ ശേഷം അതേ ഭൂമി ചന്ദ്രസേനന് വിൽക്കുകയായിരുന്നു. ഇതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് മണികണ്ഠനാണെന്നും ആൾമാറാട്ടത്തിന് പണം ലഭിച്ചുവെന്നുമാണ് അറസ്റ്റിലായ 2 സ്ത്രീകളുടെയും മൊഴി. മെറിൻ ജേക്കബ് ശാസ്തമംഗലത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. വസ്തു ഉടമ ഡോറ അസരിയ ക്രിസ്പിന്റെ കാര്യസ്ഥനായ അമർനാഥ് പോൾ കരമടയ്ക്കാൻ ചെന്നപ്പോഴാണ് വസ്തു കൈമാറ്റം ചെയ്ത വിവരം അറിയുന്നത്. തട്ടിപ്പിടപാടിൽ സബ് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. തലസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് മണികണ്ഠൻ.